നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇപ്പോൾ റഷ്യയിലാണ്. റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ ജയശങ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. എന്തായിരിക്കും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നമ്മുടെ ജയശങ്കറുമായി സംസാരിച്ചു കാണുക എന്ന് മാധ്യമങ്ങളെല്ലാം തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജയശങ്കർ അവിടെ പോയതിൽ എന്താണ് തെറ്റ്? ജയശങ്കർക്ക് അവിടെ പോകാമല്ലോ, അല്ലെങ്കിൽ ജയശങ്കർ അവിടെ പോയതിന് എന്താണ് പ്രാധാന്യം എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ശരിയാണ്, പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ അദ്ദേഹം ചൈനയിലേക്ക് പോയിരിക്കുകയാണ്. ഒരാൾ റഷ്യയിലും ഒരാൾ ചൈനയിലും വലിയ രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുകയാണ്. ചൈനയിലേക്ക് നമ്മുടെ അജിത് ഡോവൽ പോയിരിക്കുന്നത് അതിർത്തി തർക്കങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനാണ് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഷ്യയിലേക്ക് ജയശങ്കർ പോയിരിക്കുന്നത് പല കരാറുകളുടെയും ഒരു തീർപ്പാക്കലിന് വേണ്ടിയാണ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ബ്രിക്സിന്റെ ഉച്ചകോടി നമ്മുടെ നാട്ടിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ആ ഉച്ചകോടിയാണ് ഇനി അങ്ങോട്ടേക്കുള്ള ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത് എന്ന് എത്ര പേർക്കറിയാം. ആ ഉച്ചകോടിയിൽ ഇറാന്റെ പ്രസിഡന്റ് പങ്കെടുക്കും എന്നുള്ള സൂചനകളുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക എന്ന് പറയുന്ന വൻ ശക്തി കണ്ണുരുട്ടിയിട്ടും ഇന്ത്യയും റഷ്യയും ചൈനയും ഒരു വൻ ശക്തിയായി ഉയർന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാകും ഈ ബ്രിക്സ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ബ്രിക്സ് കഴിഞ്ഞ ശേഷം വലിയൊരു പാർലമെന്റ് സമ്മേളനം ഉടനടി നമ്മുടെ കേന്ദ്ര സർക്കാർ വിളിച്ചിട്ടുണ്ട് എന്ന് എത്ര പേർ ശ്രദ്ധിച്ചു? എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്, ലോകരാജ്യങ്ങളുടെ ലോകക്രമം എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചനയാണ് ഈ ജയശങ്കർ പുടിനെ കണ്ടതും അതേസമയം തന്നെ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ ചൈനയിലേക്ക് പറന്നിരിക്കുന്നതും എന്നാണ് പൊതുവെ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളം.